എല്ലാ സുഹൃത്തുക്കൾക്കും ഡേ 4-ന്റെ ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം. 2025 നമ്മൾ ഡിസംബറിൽ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ. ഡിസംബറിൽ നിന്നും ബാക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 2025 മുഴുവൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും ഡേ 1 ഡേ 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. ഡേ 4 ആയി. അപ്പോൾ കാണാത്ത കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കാണുക. 10 മാർക്ക് എന്ന് പറയുന്നത് നിസ്സാരമല്ല. നിങ്ങളുടെ റാങ്ക് എവിടെ എത്തണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഇംഗ്ലീഷും മാത്സും മലയാളവും തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ 2024-ലെയും 2023-ലെയും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലനേഷൻ ചെയ്ത ക്ലാസ്സുകൾ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ പ്ലേലിസ്റ്റിലും ഉണ്ട്. അതൊക്കെ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കണ്ടാൽ ഈസി ആയിട്ട് 10 മാർക്ക് നിങ്ങൾക്ക് ഇനിയിപ്പോൾ 10-ൽ 10 ഇല്ലെങ്കിൽ 9 മാർക്കെങ്കിലും ഞാൻ ഷുവറായിട്ട് പറയുന്നു ഈസി ആയിട്ട് നിങ്ങൾക്കത് ഒരു എന്താ പറയുക, രണ്ടാമതൊരു ആലോചന വേണ്ട. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ ആ രീതിയിൽ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അപ്പോൾ നമുക്കിന്ന് വരാൻ പോകുന്ന എല്ലാ എക്സാമുകൾക്കും കേട്ടോ നല്ലൊരു മുതൽക്കൂട്ടായിട്ട് മാറും. ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വന്നിട്ട് 176/2025 ആണ്. എന്നാൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടന്നാലോ. 81-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേട്ടോ. ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാം. അപ്പൊ ആ മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളും എന്ത് ചെയ്യുക, സ്ട്രെസ് ഒന്നും കൊടുക്കാതെ സിമ്പിളായിട്ട് 10 ക്വസ്റ്റ്യന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നാളെ ഇതേപോലെ 10 ക്വസ്റ്റ്യൻ വരും. അങ്ങനെ ഡെയിലി 10 ക്വസ്റ്റ്യൻ വരും. ഞായറാഴ്ച നമ്മൾ ക്ലാസ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഞായറാഴ്ച എന്ത് ചെയ്യുക, 6 ദിവസത്തെയും 60 ക്വസ്റ്റ്യൻ വരില്ലേ. അതിൽ 60 ക്വസ്റ്റ്യൻ വരുമ്പോൾ എത്ര ആയേ, 6 സിനോണിയം പഠിക്കും, 6 ആന്റോണിയം പഠിക്കും, 6 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കും, 6 ഇഡിയം പഠിക്കും, 6 ഫ്രേസൽ വെർബ്. കണ്ടോ. അപ്പം അങ്ങനെ ഒരു മാസമാകുമ്പോൾ എത്രയായി, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ വരുന്ന എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ കഴിയില്ലേ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു മാറ്റേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ സ്പോട്ട് ദി എറർ ഇൻ ദ സെക്ഷൻ ഇൻ ഇറ്റാലിക്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള വാക്കിനെ എന്താക്കണം, കറക്റ്റ് എന്തായിരിക്കണം, ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കണം. ആ ഇറ്റാലിക്സ് തന്നിരിക്കുന്ന ഈ വാക്ക് ശരിയാണോ അതോ വേറെ ഏത് രീതിയിലാണ് അവിടെ എഴുതേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Can you give me some informations on the uses of lasers? അതാണ് ചോദ്യം അല്ലേ. അപ്പൊ ഇവിടെ ഇറ്റാലിക്സിൽ തന്നിരിക്കുന്ന വാക്ക് ഏതാണ്, സം ഇൻഫർമേഷൻസ് എന്നാണ് അല്ലേ. സിമ്പിൾ ആയിട്ട് കൂളായിട്ട് ഇരിക്കണം കേട്ടോ. സം ഇൻഫർമേഷൻസ് എന്നതാണ് ഇവിടെ ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള വാക്ക്. ഓക്കെ ആണോ. അപ്പോൾ ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് കേട്ടോ. ഇൻഫർമേഷൻ, ഈ ഇൻഫർമേഷൻ എന്താണ്, ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. എണ്ണാൻ കഴിയില്ല. വിവരങ്ങൾ നമുക്ക് എണ്ണാൻ കഴിയുമോ, ഇല്ല. അതിന് എന്തില്ല, പ്ലൂറൽ ഫോം ഇല്ല. മനസ്സിലാക്കണം കേട്ടോ, എപ്പോഴും ശ്രദ്ധിക്കണം. അൺകൗണ്ടബിൾ നൗൺ കേട്ടോ. അൺകൗണ്ടബിൾ നൗൺ ആണ് ഏത് എന്ന് പറയുന്നത്, ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോടാ. ഓക്കെ. ഇൻഫർമേഷൻ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, യെസ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് വേണ്ട, അൺകൗണ്ടബിൾ നൗൺ ആണ്, എണ്ണാൻ കഴിയാത്തതാണ് ഇൻഫർമേഷൻ. പക്ഷെ ഇൻഫർമേഷന് എന്ത് വേണ്ട, പ്ലൂറൽ ഫോം ഇല്ല. ഓക്കെ ആണോ, പ്ലൂറൽ ഫോം ഇല്ല. അപ്പൊ എന്ത് മതി, ഇവിടെ ഇൻഫർമേഷൻസ് എന്ന് വേണ്ട, ഇൻഫർമേഷൻ എന്ന് മാത്രം മതി. Can you give me some information on the uses of lasers? മനസ്സിലായോ. ഒരു റൂൾ പഠിച്ചോ, ഇൻഫർമേഷൻ എന്ന് മാത്രം മതി, ഇൻഫർമേഷൻസ് എന്ന് വേണ്ട. അത് യൂസ് ചെയ്യുന്നത് തെറ്റാണ്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗണുകൾക്ക് പ്ലൂറൽ ഫോം ഇല്ല. ഓക്കെ, ഒരു റൂൾ പഠിച്ചു കേട്ടോ. ഇനി അതേപോലെ ഈ ഇൻഫോമിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു വെർബ് ഫോമാണ് കേട്ടോ. എന്താണ്, വെർബ് ഫോമാണ്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവാണ്. ഇൻഫോംഡ് എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഓക്കെ.
കൂളായി പഠിക്കണം കേട്ടോ. സിമ്പിളായിട്ട് പോണേ, സ്ട്രെസ് ഒന്നും ചെയ്യാൻ പാടില്ല, കൂളായിട്ട് ഇരിക്കണം കേട്ടോ. ഇൻഫോമിങ് എന്ന് പറഞ്ഞാൽ ഒരു വെർബ് ഫോമാണ്. ഇൻഫോംഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഇൻഫോർമൽ അഡ്ജക്റ്റീവ് ഫോമാണ്. ഓക്കെ, അടുത്തതിലേക്ക് കിടക്കാം. ചൂസ് ദി മോസ്റ്റ് കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ 2 ഡാഷ് തന്നിട്ടുണ്ട് അല്ലേ? ആ 2 ഡാഷിൽ ഏത് ഫോമാണ് ഇവിടെ യൂസ് ചെയ്യുക? ഐ എൻജോയ്ഡ് ദ ഡാഷ് പാർട്ട് ഓഫ് ദി മൂവി മോർ ദാൻ ദ. ഇവിടെ നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം. എങ്ങനെ? എളുപ്പം ഇതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇവിടെ മോർ ദാൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പാരറ്റീവ് ഡിഗ്രി ആണ് അല്ലേ? എന്താണ്? കമ്പാരറ്റീവ് ഡിഗ്രി ആണ്. മനസ്സിലായോ? ഇവിടെ ദ എന്ന് തന്നിട്ടുണ്ട്. ദ എന്ന് പറയുമ്പോൾ അതിനുശേഷം ഏത് ഫോം ആയിരിക്കും? ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കും അല്ലേ? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ എപ്പോഴും ദ ചേർത്തിട്ട് അതിനുശേഷമുള്ള വാക്ക് സൂപ്പർലേറ്റീവ് ഫോമിലായിരിക്കും. മോർ ദാൻ എന്ന് പറഞ്ഞാൽ അത് കമ്പാരറ്റീവ് ഡിഗ്രി ഫോമാണ്. ദാൻ. ഓക്കെ, അപ്പൊ ഇവിടെ 2 ഭാഗങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ 2 ഭാഗങ്ങളുണ്ട് അല്ലേ? ആ 2 ഭാഗങ്ങളെ തമ്മിൽ എന്ത് ചെയ്യണം? താരതമ്യം ചെയ്യണം. ഓക്കെ ആണോ? അപ്പൊ ശരിയായ ജോഡി എങ്ങനെ വരിക? ലാറ്റർ. എന്താണ്? LATTER, ലാറ്ററും പിന്നെ ഏതാണ്? ഫോർമറും കേട്ടോ. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാ പറയാ? ഐ എൻജോയ്ഡ് ദി ലാറ്റർ പാർട്ട് ഓഫ് ദി മൂവി മോർ ദാൻ ദി എന്താണ്? ഫോമർ. ഓക്കെ ആണോ? ഫോമർ പറഞ്ഞ എന്താ? ഫോർമർ പറഞ്ഞ ആദ്യത്തേത്. എന്താണ് ഫോർമർ എന്ന് പറഞ്ഞാൽ? ആദ്യത്തേത്. ലാറ്റർ എന്ന് പറഞ്ഞാൽ പിന്നത്തേത്. ഓക്കെ, ആദ്യത്തേതും പിന്നത്തേതും. ഫോർമർ ആദ്യത്തേത്, ലേറ്റർ പിന്നത്തേത്. ഓക്കെ ആണല്ലോ അല്ലേ? അതായത് പിന്നത്തെ ഭാഗം ആദ്യത്തേക്കാൾ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. നമ്മൾ സിനിമ കാണുമ്പോൾ ഇന്റർവെല് ഭാഗം നമ്മൾ എന്ത് പറയും? എനിക്ക് ഇന്റർവെല്ലിന് ശേഷമുള്ള ഭാഗമാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറയും അല്ലേ? ചിലർ പറയും ഫസ്റ്റ് ഭാഗം നല്ല ഓക്കെ ആയിരുന്നു, പക്ഷെ ഇന്റർവെല്ലിന് ശേഷമുള്ള ഭാഗങ്ങൾ കൊളവാക്കി പറയും. നമ്മൾ അങ്ങനെ സിനിമ കണ്ട് വന്ന് കഴിഞ്ഞാലൊക്കെ 2 അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ 2 ഭാഗങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാൻ. അപ്പൊ ആദ്യത്തേക്കാൾ പിന്നത്തെ ഭാഗമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഐ എൻജോയ്ഡ് ദി ലേറ്റർ പാർട്ട് ഓഫ് ദ മൂവി മോർ ദാൻ ദി ഫോർമർ. ആദ്യത്തേതിനേക്കാൾ പിന്നത്തെ ഭാഗം ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത നമുക്ക് നോക്കിയാലോ? ചൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഐ ഹോപ്പ് ഹി കോൾസ് സൂൺ അല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതണം. ഐ ഹോപ്പ് അല്ലേ? എനിക്ക് നമ്മൾ ഹോപ്പാണ് അല്ലേ? ഹോപ്പ് പറയുമ്പോൾ എന്താണ്? ഒരു പ്രതീക്ഷയാണ് അല്ലേ? അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലേ? ഹോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പോസിറ്റീവ് ചിന്ത കൊടുക്കുന്നതാണ്, ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ടാഗ് എന്തായിരിക്കണം? ഇവിടെ ടാഗ് പോസിറ്റീവ് ഫോമാണ്, ടാഗ് നമുക്ക് നെഗറ്റീവ് ഫോം ആയിരിക്കണം. അപ്പോ എളുപ്പത്തിൽ ആൻസർ കിട്ടിയില്ലേ? സെന്റൻസ് എന്ത് ഡിഗ്രിയാ? പോസിറ്റീവ് ഡിഗ്രിയാണ് അല്ലേ? പോസിറ്റീവ് ആണ്. അപ്പൊ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. നോട്ട് എന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചേർക്കണം. ഇവിടെ നോട്ട് ഉണ്ടോ? ഇല്ല. ഇവിടെ നോട്ട് ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. ആൻസറിലേക്ക് എത്തിയില്ലേ? വോണ്ട് ഹി. ഇത്രയേ ഉള്ളൂ കേട്ടോ. വോണ്ട് ഹി. Which of the following sentences correctly uses the correlative conjunction? Either or അല്ലേ? either or. നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ either or വെച്ചിട്ട് വർക്ക് ചെയ്തിട്ട് അല്ലേ? കുറേ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ലേ? either or, neither nor, not only but also അല്ലേ? either or എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? which sentences correctly uses അല്ലേ? either or ഏതായിരിക്കും? കോറിലേറ്റീവ് കൺജങ്ഷൻ ആയിട്ടുള്ള either or വെച്ചിട്ടുള്ള സെന്റൻസ് ഇവിടെ ഉണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് സെന്റൻസ്? ഏതാണ് ആൻസർ വരിക? ബി ആണ് ആൻസർ ആയിട്ട് വരിക. യു ക്യാൻ either take the bus or walk. You can either take the bus or walk അല്ലേ? അപ്പൊ ശരിയായ സ്ട്രക്ചർ ആണ് അല്ലേ? either or വെച്ചിട്ട് either or nor ഒരിക്കലും വരില്ല. neither അല്ലേ? either or, neither nor അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുക? either
ഐദർ ഓർ അല്ലെങ്കിൽ നൈദർ നോർ അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണ്ട, ഈ നോർ വെച്ചിട്ടല്ല അല്ലെ, ഐദർ ഓർ വെച്ചിട്ടുള്ള സെന്റൻസ് ആണ് കറക്റ്റ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് സെന്റൻസ് ഐദർ ഓർ ആണ്. യു ക്യാൻ ഐദർ ടേക്ക് ദ ബസ് ഓർ വാക്ക്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസസ് വിത്ത് ദി പ്രോപ്പർ യൂസ് ഓഫ് പ്രിപ്പോസിഷൻ. ഈ സെന്റൻസിൽ കറക്റ്റ് പ്രിപ്പോസിഷൻ നമ്മൾ ഏതൊക്കെയാ പറയാ, ഓണ്, ഇന്ന്, അറ്റ്, ഫോർ അല്ലേ, അങ്ങനെ ടു, ഇതൊക്കെ അങ്ങനെ പ്രിപ്പോസിഷൻസ് ഉണ്ട് അല്ലേ. ആ പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ട് കറക്റ്റ് സെന്റൻസ് ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ്, ഷീ ഇൻസിസ്റ്റഡ് ഓൺ ഹെൽപ്പിംഗ് ഹിം. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇൻസിസ്റ്റഡ് എന്ന് കഴിഞ്ഞാൽ എപ്പോഴും, ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങളാണ്. ഇൻസിസ്റ്റഡ് കഴിഞ്ഞാൽ എപ്പോഴും പ്രിപ്പോസിഷൻ ഓൺ ആയിരിക്കും. ഇൻസിസ്റ്റഡ് ഓൺ കേട്ടോ, പഠിച്ചു വെക്കണേ. ഇൻസിസ്റ്റഡ് ഓൺ ആണ് കേട്ടോ. അതേപോലെ ഇവിടെ ഡിപ്പെൻഡിങ് ഇൻ ആണ് വന്നിരിക്കുന്നത്. ഡിപ്പെൻഡിങ് ഇൻ അല്ല മക്കളെ, ഡിപ്പെൻഡിങ് ഓൺ ആണ് കേട്ടോ. ഡിപ്പെൻഡ് ഓൺ, നമ്മൾ അത് ഡിപ്പെൻഡ് ഓൺ ആണ് അല്ലേ, അങ്ങനെയാണ് നമ്മൾ പറയും അല്ലേ. ഡിപ്പെൻഡിങ് ഓൺ ആണ് യൂസ് ചെയ്യുക, ഡിപ്പെൻഡിങ് ഇൻ വരില്ല കേട്ടോ മക്കളെ. ഡിപ്പെൻഡിങ് ഓൺ ആണ്, ഡിപ്പെൻഡിങ് ഓൺ, ഇൻസിസ്റ്റഡ് ഓൺ. പിന്നെ ഫുൾ വിത്ത് അല്ല കേട്ടോ, ഫുൾ വിത്ത് വരില്ലടാ, ഫുൾ ഓഫ് ആണ് കേട്ടോ, ഫുൾ ഓഫ്. ഓക്കെ, ഫുൾ ഓഫ്. അപ്പൊ നമ്മൾ ഈ ഫുൾ എഫ് വെച്ചിട്ട് തന്നെ ഇവിടെ കണക്ട് ചെയ്യണം കേട്ടോ. ഫുൾ ഓഫ്, ഡിപ്പെൻഡിങ് ഓൺ. പിന്നെ കൺഗ്രാറ്റുലേറ്റഡ്, എന്താണ്, കൺഗ്രാറ്റുലേറ്റഡ് ടു അല്ല കേട്ടോ, ഓൺ ആണ്. കൺഗ്രാറ്റുലേറ്റഡ് ഇത് വരും, ഓൺ ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഡിപ്പെൻഡിങ്, കാണാണ്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇതാണ് പ്രിപ്പോസിഷൻ എന്ന് കാണാണ്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇൻസിസ്റ്റഡ് ഓൺ, കൺഗ്രാറ്റുലേറ്റഡ് ഓൺ, ഡിപ്പെൻഡിങ് ഓൺ, ഫുൾ ഓഫ്. ഇനി തെറ്റിക്കില്ലല്ലോ, ഇനി തെറ്റിക്കോ, തെറ്റിക്കാൻ പാടില്ല. ഷീ ഇൻസിസ്റ്റഡ് ഓൺ ഹെൽപ്പിംഗ്. നെക്സ്റ്റ് വൺ നോക്കാം. മോർഗേജ് ഈസ് റിലേറ്റഡ് ടു. മോർഗേജ് ഈസ്, ഈ ടി എന്നുള്ളത് ഒരു സൈലന്റ് വാക്കാണ് കേട്ടോ, ഇതൊരു ഫ്രഞ്ച് ഭാഷയാണ്. മോർഗേജ് കേട്ടോ, മോർഗേജ് ഈസ് റിലേറ്റഡ് ടു, ഇതൊരു ഫ്രഞ്ച് ലാംഗ്വേജ് ആണ്. മോർഗേജ് ഈസ് റിലേറ്റഡ് ടു, നമ്മൾ ഈ ഫോറിൻ വേർഡ്സിലൊക്കെ വരുന്ന യൂസ് ആണ് കേട്ടോ. മോർഗേജ് എന്താണ് വരിക, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് കേട്ടോ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് മോർഗേജ് എന്ന് പറയുന്നത്, മറക്കരുതേ. മോർഗേജ് ഈസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അടുത്തത് മീനിങ് ഓഫ് ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബ് ആണ് റാൻ ഇൻ ടുന്റെ ഫ്രേസൽ വെർബ്. ഐ റാൻ ഇൻ ടു അജിത് ആൻഡ് ഹിസ് ഫാമിലി at the mall yesterday. ran into ന്റെ phrasal verb എന്ത് വരും, ran into എന്താ, അപ്രതീക്ഷിതമായി കാണുക കേട്ടോ. നമ്മൾ ഒരാളെ പെട്ടെന്ന് കാണില്ലേ, അപ്രതീക്ഷിതമായി കാണുക. ran into ന്റെ, മറക്കരുത്, ഇനിത് റിപ്പീറ്റേഷൻ വന്നിട്ട് നെഗറ്റീവ് അടിച്ചിട്ട് അറിയില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് എത്താൻ പാടില്ല കേട്ടോ. റാൻ ഇൻറ്റുന്റെ എന്താണ് വരിക, റാൻ ഇൻറ്റുന്റെ മെറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി. എന്താണ്, മെറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി, മറക്കരുത്. റാൻ ഇൻറ്റു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റൺ ഇൻറ്റു അല്ലേ, പാസ്റ്റ്. അപ്പൊ എന്താണ്, അപ്രതീക്ഷിതമായി കാണുക. മെറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി അല്ലേ, മെറ്റ് കണ്ടു അല്ലേ, അൺഎക്സ്പെക്റ്റഡ്ലി. Choose the character synonym of the word in italics. സഗാഷ്യസിന്റെ സിനോണിയമാണ്, സഗാഷ്യസിന്റെ കറക്റ്റ് അതേ മീനിങ്. എന്താ സഗാഷ്യസ് പറഞ്ഞാൽ, ബുദ്ധിമാനും വിവേകമുള്ളവനും. ആള് നല്ല ബുദ്ധിമാനും എന്തുമാണ്, നല്ല വിവേകത്തിന് ഉടമയുമാണ്. വിവേകമുള്ളവനും. ഓക്കെ, അപ്പോൾ സാഗേഷ്യസ് ആരൊക്കെയാണ് ഇതിൽ നമ്മുടെ ക്ലാസ് കാണുന്ന കൂട്ടുകാരിൽ സാഗേഷ്യസ് പേഴ്സൺസ് ആരൊക്കെയാണ്, പറയാ. My grandfather used to give me very sagacious advice when I was growing up. അപ്പൊ ബുദ്ധിമാനും വിവേകമുള്ളവനും എന്ന അർത്ഥത്തിൽ ആര് വരും, സിനോണിയമാണ് അല്ലേ, വൈസ് ആണ്. വൈസ് എന്ന് പറഞ്ഞാലും എന്താണ്, ബുദ്ധിമാനും വിവേകമുള്ളവനും. സാഗേഷ്യസ് വൈസ് ആണ് കേട്ടോ, വൈസ് ആണ്, മറക്കരുത്.
Choose the most suitable one-word substitute for the phrase in italics. A piece of writing about the writer's journey to different places. അതിന്റെ one-word substitute. A piece of writing about the writer's journey to different places. എന്താണ് അതിന്റെ മലയാളം എന്താണ്? യാത്രയെ കുറിച്ച് എഴുതിയ കൃതി ട്ടോ. യാത്രയെ നമ്മൾ എന്തെങ്കിലും ഒരു യാത്രയെ പോകുന്ന സമയത്ത് ചിലവർ എന്ത് ചെയ്യും? ഒരു യാത്രാക്കുറിപ്പ് തയ്യാറാക്കി വെക്കും അല്ലേ? അങ്ങനെ യാത്രയെ കുറിച്ച് എഴുതിയ കൃതി, അതാണ് ഇവിടെ ഒരു വേർഡ് തന്നിരിക്കുന്നത്. എ പീസ് ഓഫ് റൈറ്റിംഗ് അബൌട്ട് ദി റൈറ്റേഴ്സ് ജേർണി ടു ഡിഫറെന്റ് പ്ലേസസ്. ഏതാണ് ആൻസർ വരിക? ട്രാവലോഗ് ആണ് അല്ലേ? ട്രാവലോഗ്, യാത്രയെ കുറിച്ച് എഴുതിയ കൃതിയാണ് ട്രാവലോഗ് എന്ന് പറയുന്നത്. ഇനി മോണോലോഗ് എന്താ? മോണോലോഗിന്റെ അർത്ഥം എന്താ? ഒരാള് സംസാരിക്കുന്നത് കേട്ടോ. ഒരാള് സംസാരിക്കുന്നത്, അതാണ് ഒരാളാണ് കേട്ടോ. ഒരാളാണ് മോണോ എന്ന് പറയുമ്പോൾ അറിയാലോ, ഒറ്റ അല്ലെ? ഒരാൾ സംസാരിക്കുന്നതാണ് മോണോലോഗ്. ഡയറി എന്താ? അത് നമുക്കറിയാം, ദൈനംദിന കുറിപ്പുകളാണ് അല്ലേ? ദൈനംദിന കുറിപ്പുകളാണ്. ജേർണൽ എന്താ? അപ്പൊ അത് പൊതുവായിട്ടുള്ള കുറിപ്പുകളാണ് അല്ലേ? പൊതു കുറിപ്പുകളാണ്. ട്രാവലോഗ് നമ്മൾ പറഞ്ഞു യാത്രാ വിവരണമാണ്. യാത്രാ വിവരണം ആണ് ട്രാവലോഗ്. നെക്സ്റ്റ് വൺ നോക്കൂ. ക്യാരക്ടർ ഇഡിയം ആണ് ചോദിച്ചിരിക്കുന്നത്. ദ ന്യൂ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഈസ് എ ഡാഷ് ബിറ്റ്വീൻ ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദി ടൗൺ ആൻഡ് ദി അതോറിറ്റീസ്. കറക്റ്റ് ഇഡിയമാണ് ഇവിടെ. കറക്റ്റ് ഈ ഡാഷിൽ കറക്റ്റ് സെന്റൻസ് വരണം. ദ ന്യൂ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഈസ് എ ഡാഷ് ബിറ്റ്വീൻ the inhabitants of the town and the authorities. ഇപ്പൊ എന്താണ്? ഇവിടെ കറക്റ്റ് മലയാളം വേർഡ് വരേണ്ടത് തർക്ക വിഷയം, തർക്ക വിഷയം അല്ലെങ്കിൽ തർക്ക കാരണം. എന്തായിരിക്കും ഇവിടെ? ഏതായിരിക്കും കറക്റ്റ് വരിക? ബേൺ ഓഫ് കണ്ടൻഷൻ ആണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ഈ ബേൺ ഓഫ് കണ്ടൻഷൻ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് സ്റ്റുഡൻസിനെ കാണാം. കാരണം നമ്മൾ 2023 കംപ്ലീറ്റഡ് ആയിട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട്. 2024 മുഴുവൻ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2025 കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ വീണ്ടും ഒന്നേ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഡിസംബറിൽ നിന്ന് തുടങ്ങി ജനുവരിയിലേക്ക് കേട്ടോ. ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ 2025 കഴിഞ്ഞു. 23, 24, 2022 ഏകദേശം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ വ്യക്തികൾക്ക് കാണാം. ഈ ബോൺ ഓഫ് കണ്ടൻഷൻ എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. ബോൺ ഓഫ് കണ്ടൻഷൻ ഇഡിയമാണ്. എന്താണ്? എന്താണ് ആൻസർ? എന്താ? തർക്ക കാരണം, തർക്ക വിഷയം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയുക. ദ ന്യൂ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഈസ് എ ബോൺ ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദി ടൗൺ ആൻഡ് ദി അതോറിറ്റീസ്. ഓക്കെ. അപ്പോ ഈ ബൂൺ ഫ്രം ഹെവൻ, എന്താ ബൂൺ ഫ്രം ഹെവൻ എന്ന് പറഞ്ഞാൽ? അത് വലിയ അനുഗ്രഹം എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. വലിയ അനുഗ്രഹം നമ്മൾ പറയാനല്ലോ, ഒരു വലിയൊരു അനുഗ്രഹമായി എന്ന് പറയും അല്ലേ? ഇനി സ്റ്റോം ഇൻ എ ടീ കപ്പ്. സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്താ? അതൊരു ചെറിയ പ്രശ്നമാണ് കേട്ടോ. ചെറിയ പ്രശ്നമാണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? സ്റ്റോം ഇൻ എ ടീ കപ്പ്. പിന്നെ ബോൾട്ട് ഫ്രം ദി ബ്ലൂ. എന്താ ബോൾട്ട് ഫ്രം ദി ബ്ലൂ? അതെല്ലാം ഈ 4 ഓപ്ഷനും പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിത സംഭവം കേട്ടോ. അപ്രതീക്ഷിത സംഭവം. അപ്പൊ ഇവിടെ ബോൺ ഓഫ് കണ്ടൻഷൻ ആണ്, തർക്ക വിഷയം അല്ലെങ്കിൽ തർക്ക കാരണം. ഇതൊക്കെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 10 ക്വസ്റ്റ്യന് ഞാൻ എൻ്റെതായിട്ടുള്ള അറിവ് വെച്ചിട്ട് ലളിതമായ ഭാഷയിൽ ഓരോ സ്റ്റുഡൻറ്റിനും, അറിവുള്ള സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അറിവില്ലാത്തവരായിക്കോട്ടെ, തുടക്കക്കാരായിക്കോട്ടെ, പരിചയസമ്പത്തുള്ളവരായിക്കോട്ടെ, എക്സ്പീരിയൻസ് ഉള്ളവരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലെ ഉപകാരമാവുന്ന രീതിയിലാണ് ഒരു ലളിതമായ ഭാഷയിൽ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ക്ലാസ്സുകൾ തുടർന്ന് കൊണ്ടുപോകണം. ഇപ്പം നമ്മൾ അതേപോലെ തന്നെ പുതിയ SSCRT ഹോട്ട് ഏരിയകൾ തിരഞ്ഞെടുത്തിട്ട് അതെല്ലാതും എല്ലാ വിഷയങ്ങളും, ഇനി ഒരു വിഷയം എന്നല്ല, എല്ലാ വിഷയങ്ങളും, ജോഗ്രഫിയും ഹിസ്റ്ററി ഭാഗങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗങ്ങളും സയൻസ് ഭാഗങ്ങളും എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തെടുത്ത് തരുന്നുണ്ട്. ഒപ്പം വന്നാൽ മതി. അപ്പം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, SSCRT കംപ്ലീറ്റഡ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ 2025 ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കൂടെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു.
കൂടെ ഉണ്ടെങ്കിലേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇടവിട്ട് വെച്ച് നമുക്ക് നിർത്തേണ്ടി വരും. അപ്പോൾ ഇനി നമ്മുടെ സീരീസ് ഇങ്ങനെയായിരിക്കും പോകുക. SCERT ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. 100% നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ സബ്ജക്റ്റും, സയൻസ് ഇൻക്ലൂഡഡ്, അത് ന്യൂ SCERT കേട്ടോ, ന്യൂ SCERT ഫുള്ള് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരും. ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് കുറേ ക്ലാസ്സുകൾ ചെയ്തു തന്നിട്ടുണ്ട്. അതിലൊപ്പം ഇപ്പം തുടർന്നുകൊണ്ടേ പോകും കേട്ടോ. SCERT ഞാൻ തരും, ഇംഗ്ലീഷ് തരും, മലയാളം തരും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 2025 ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു തരും കേട്ടോ. അപ്പോൾ ഈ 4 ഞാൻ തരുന്നതായിരിക്കും. ഇതിൽ നിന്നുള്ള മാർക്കുകളായാൽ തന്നെ ഏകദേശം എത്ര മാർക്കായി? 100-ൽ എത്ര മാർക്കായി? 80 മാർക്കിനുള്ളത് നിങ്ങൾക്കുണ്ട്. മനസ്സിലായോ? ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരും. അതിനനുസരിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വലതുവശം ഒരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ ഞാൻ ലിങ്ക് അതിലിടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നോട്ടിഫിക്കേഷൻ വന്നോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ടെലിഗ്രാമിൽ നോക്കി ക്ലാസ് വന്നിട്ടുണ്ടെന്ന് അറിയാം, നമുക്ക് കാണാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കാൻ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.